നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂടിക്കാഴ്ച വിവാദത്തിൽ അതൃപ്തി പരസ്യമാക്കി LDF കൺവീനർ. ആരെയാ കണ്ടുകൂടാതെ ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ കൂട്ടിക്കെട്ടണ്ട. പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഹമ്മദ് റിയാസ്. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയെന്ന് VD സതീശൻ. ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടെന്ന് K സുരേന്ദ്രൻ. അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ. MR അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ. MR അജിത് കുമാറിന്റെ ഒരു കറുത്ത കൈകള് ഇതിന്റെ പിന്നിൽ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. കടലിൽ വീണോൻ, വെള്ളത്തിൽ വീണോൻ, ആ വെള്ളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കൂലേ? ആ വഴി തേടിക്കൊണ്ടാണ് ഇപ്പൊ ഈ 4 ദിവസം ലീവ് എടുത്തിരിക്കുന്നത്. അജിത് കുമാർ അവധിയിൽ പോയിരിക്കുന്നത് തെളിവുകൾ അട്ടിമറിക്കാൻ. മാണിയുടെ തിരോധാനത്തിൽ തെളിവുകൾ പോലീസിന് നൽകും. ഇനി രാഷ്ട്രീയ മറുപടി പറയില്ല എന്നും MLA. വെള്ളമെടുക്കാനായിട്ട് ഇന്ന് രാവിലെ ഒരു 6 കിലോമീറ്ററോളം പോയിട്ടാണ് വെള്ളം എടുത്തിട്ട് വന്നത്. എവിടുന്നാണ് പാപ്പനംകോട് ഭാഗത്തുനിന്ന് ഒരു ബോർവെല്ലിന്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി അത്യാവശ്യം വെള്ളം എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നാണ് രാവിലെ ആവശ്യത്തിന് വീട്ടിലത്തേക്ക് ഉപയോഗിച്ചത്. പകരം ഞങ്ങള് വേറെ അടുത്ത വീട്ടിലെ കിണറൊന്നും ഒക്കെ എടുത്ത് വെള്ളം കിട്ടുന്നിടത്തുനിന്നൊക്കെ പോയി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി തലസ്ഥാന ജില്ല. മന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പമ്പിംഗ് പുനരാരംഭിച്ചില്ല. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി. പമ്പിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് ജല അതോറിറ്റി. തമിഴ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ പഠിക്കാൻ കമ്മിറ്റി. നടി രോഹിണിയെ അധ്യക്ഷയാക്കി സമിതി. ഗുരുതര വെളിപ്പെടുത്തലുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടു. മോഡലിംഗിലും ലൈംഗിക ചൂഷണമുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ് ന്യൂസ് 18നോട്. AK ശശീന്ദ്രനെതിരെ തുറന്നടിച്ച് തോമസ് K തോമസ്. മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്നത് പാർട്ടി തീരുമാനം. AK ശശീന്ദ്രനല്ല പാർട്ടിയെന്നും MLA. തർക്കം മുന്നണിയിലെത്തിയില്ലെന്ന LDF കൺവീനർ. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് യുവാവിന് കാണാതായി. വിഷ്ണുജിത്തിനെ കാണാതായിട്ട് 3 ദിവസം. അറിയാവുന്ന സ്ഥലവും അവൻ വർക്ക് ചെയ്ത കമ്പനിയിലും പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി നോക്കി. ഹോസ്പിറ്റലുകളിലെല്ലാം കയറി നോക്കി. 4 ദിവസമായിട്ട് ഒരു ഇതുമില്ല. SP-ക്കടക്കം പരാതി നൽകിയ ബന്ധുക്കൾ. വിശദമായി നോക്കാം. ADGP RSS നേതാവിനെ കണ്ടതിൽ അതൃപ്തി പരസ്യമാക്കി CPM. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദർശനം CPM-മായി കൂട്ടിക്കെട്ടേണ്ടെന്ന് MP ഗോവിന്ദൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ സന്ദർശനം സർക്കാർ കാര്യമാണ്. CPIക്ക് മാത്രമല്ല തങ്ങൾക്കും ADGPയുടെ നീക്കത്തിൽ CPM-നും അതൃപ്തിയുണ്ടെന്നും MP ഗോവിന്ദൻ. കാസർഗോഡാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ പറഞ്ഞു ഇപ്പൊ അത് തൃപ്തിയോടുകൂടിയാണ്. കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ? വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥം. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടതിൽ CPM-ന് ഒരു പ്രശ്നമില്ലേ? അല്ല, ഞാൻ ഇപ്പൊ ആരെയാ കണ്ടുകൂടാതെ ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തെറ്റ് ചെയ്തവരോട് സർക്കാർ കോംപ്രമൈസ് ചെയ്യില്ല. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും. ഇതാണ് സർക്കാരിൻ്റെ സമീപനം. ഇത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പൊതുവെ കേരളത്തിലെ പോലീസിന് നല്ല അംഗീകാരത്തോടുകൂടി ക്രമസമാധാനം ഇവിടെ ഭദ്രമാണ്. വർഗീയ കലാപങ്ങൾ ഇവിടെ ഇല്ല. വർഗീയ കലാപങ്ങളുടെ ലാഞ്ചന പോലും ഉണ്ടാവാത്ത നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ
ഉടനെ ചാടി വീണത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട്. RSS CPM ഡീൽ 100% ഉറപ്പാക്കിയ ശേഷമാണ് ADGPയുടെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയി. ഇതുതന്നെയാണ് കൊടകര കുഴൽപ്പണക്കേസിലും നടന്നതെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല, വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി കേരളത്തിലെ CPMന്റെയും BJPയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന മതേതരത്വം, CPM പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGPയെ അവിടെ വിട്ടത്. ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത്. സുരേന്ദ്രൻ പ്രതിയല്ല, സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവർ. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസ്യരായിട്ട് ഇവിടെ നിൽക്കുന്നത്. ADGP സ്വകാര്യമായി RSS നേതാക്കളെ കണ്ടത് ഗൌരവതരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. LDFും BJPയും ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാവരെയും എല്ലാ കാലത്തും ഒരുപോലെ പറ്റിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSS നേതാക്കളെ കണ്ട ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടെന്ന് K സുരേന്ദ്രൻ. പരസ്യമായിട്ടാണോ ADGP രാഹുൽ ഗാന്ധിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടതെന്നും CPMന്റെ എന്ത് സന്ദേശം നൽകാനാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്ന് സതീശൻ വിശദീകരിക്കണമെന്നും സുരേന്ദ്രൻ. 2 ശരീരമെങ്കിലും പിണറായിയും VD സതീശനും ഒരു മനസ്സാണെന്നും K സുരേന്ദ്രൻ. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്. പിണറായി വിജയന്റെ B ടീമാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശനും പിണറായി വിജയനും 2 ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. ADGP 2023 കണ്ടത്. നിങ്ങൾ പറയുന്നത് അതല്ലേ? ഞാൻ ചോദിക്കുന്നത് ADGP 2024 ഏപ്രിലാണോ RSS നേതാവിനെ കണ്ടത്? നിങ്ങൾ അതിനാദ്യം ഉത്തരം പറയും. ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ്? പൂരം കലക്കാൻ ADGPയും RSS നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ? 2023 2024 ADGP RSSനെ കണ്ടത്? ഈ ADGPക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ്. നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഈ ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP VD സതീശന്റെ വളരെ അടുത്ത ആളാണ്. എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? അതപ്പോ ഒരാൾ ADGP ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്ത് വിഡ്ഢിത്തമാണ് സതീശൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. MR അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ. നൊട്ടോറിയസ് ക്രിമിനലാണ് അജിത് കുമാർ. തെളിവുകൾ അട്ടിമറിക്കാനാണ് അജിത് കുമാർ അവധിയിൽ പോയിരിക്കുന്നത്. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ വീണ്ടും പോലീസിന് നൽകുമെന്നും PV അൻവർ പറഞ്ഞു. താൻ ഇനി രാഷ്ട്രീയ മറുപടി പറയില്ല എന്നും അൻവർ. ആരോപണം ഉന്നയിച്ചതല്ല. മാമിയുടെ തിരോധാനം ഒരു സത്യമാണല്ലോ. ആ സത്യത്തിന് പിറകിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടോ എന്നതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. SIT രൂപീകരിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഇവർക്ക് സംശയമുള്ള ഓഫീസർമാരടക്കമുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായി പോകുന്നില്ല എന്നുള്ള അവരുടെ സന്ദേഹമുള്ള ഓഫീസർമാരുൾപ്പെടെ പേരിന് വേറെ ഒരു 3-4 പേരെ കൂടെ ചേർത്തിക്കൊണ്ടുള്ള ഒരു SIT ടീമിനെ നിയോഗിച്ചതായിട്ടാണ് ഈ പറയുന്ന ADGP അജിത് കുമാറിന്റെ ഓർഡർ വന്നത്. അതുവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വിവരം എന്നെ ധരിപ്പിച്ചു. ഈ വളരെ സീരിയസ് ആയിട്ടുള്ള മാമി കേസ് അടക്കമുള്ള കേസുകൾ മൊത്തത്തിൽ ഇതൊരു ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഈ പറയുന്ന അജിത് കുമാറിന്റെ ADGP അജിത് കുമാറിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇൻവോൾവ്മെന്റ് ഈ കേസിലുമുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. CBI വന്നുകൊണ്ട് ഈ കേസ് തെളിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് CBI ഞാൻ തള്ളിപ്പറയുകയല്ല. ഈ പറയുന്ന ADGP അജിത് കുമാറിനും സംഘത്തിനുമൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും ഇത്തരം മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങ് ആ ലെവലിലുള്ള, കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് ഇപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച്, മാമിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ അറിയാലോ.
അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. എം.ആർ. അജിത് കുമാറിന്റെ ഒരു കറുത്ത കൈകൾ ഇതിന്റെ പിന്നിൽ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന് അതിന് ഉതകുന്ന തെളിവുകളുണ്ട്. അത് അന്വേഷണത്തില് വെളിവാക്കപ്പെടുകയുള്ളൂ. അദ്ദേഹം ഇൻവോൾവ് ചെയ്ത എല്ലാ കേസിലെയും തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കൂലേ? സ്വാഭാവികമല്ലേ? അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനെ കാണാലോ, ഈ പോകുന്ന രീതിയിൽ അന്വേഷണങ്ങൾ പോയി സത്യസന്ധമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കാരാഗ്രഹത്തിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്നുള്ളത് സ്വാഭാവികമല്ലേ? അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടലിൽ വീണോൻ വെള്ളത്തിൽ വീണോൻ ആ വെള്ളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കൂലേ? ആ വഴി തേടിക്കൊണ്ടാണ് ഇപ്പൊ ഈ 4 ദിവസം ലീവ് എടുത്തിരിക്കുന്നത്. ADGP എം.ആർ. അജിത് കുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി DGPയെ കണ്ടതോടെ നടപടി ഉടനെന്ന സൂചനകൾ വന്നെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. വിഷയത്തിൽ CPM-നുള്ളിലും അതൃപ്തി പുകയുകയാണ്. പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുന്നതിനാൽ സർക്കാർ പ്രതിരോധത്തിലാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഭരണപക്ഷി MLA ആയ PV അൻവർ തുടക്കമിട്ട വിവാദങ്ങളാണ് പിന്നീട് പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചത്. RSS ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിമർശനം. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നുകൂടി പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായർ ഉൾപ്പെടെയുള്ള മറ്റ് സഹപ്രതികളെയും ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറിന് വഴി പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ കൃത്യമായി ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി എത്തുന്നതിനുള്ള റൂട്ട് പറഞ്ഞുകൊടുത്തത് ക്രമസമാധാന ചുമതലയുള്ള നിലവിലെ ADGP എം.ആർ. അജിത് കുമാർ ആയിരുന്നുവെന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമായി നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായാണ് വിവരം. എന്തായാലും എം.ആർ. അജിത് കുമാറിനെതിരായ വിമർശനങ്ങളും ആരോപണങ്ങളും ഒരു വശത്ത് ചൂടുപിടിക്കുമ്പോൾ ഇനിയങ്ങ് മൗനം തുടരാൻ ആവാത്ത സ്ഥിതിയിലാണ് ആഭ്യന്തര വകുപ്പ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ വൈകിയതെന്ത് എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിവിധ കക്ഷികൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ആ പശ്ചാത്തലത്തിലായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച. സ്വാഭാവികമായി അതിനിടയിലാണ് 4 ദിവസം എം.ആർ. അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന്റെ കാരണം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി അതിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. TV ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികളെ പങ്കെടുപ്പിക്കണോ എന്നതിൽ പരിശോധന നടത്തുമെന്ന് M.V. ഗോവിന്ദൻ. പാർട്ടി തലത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുടൻ തീരുമാനമെടുക്കും. ചില ആങ്കർമാരുടെ ചർച്ചകളിൽ ഇപ്പോൾ പാർട്ടി പ്രതിനിധി പങ്കെടുക്കാറില്ല എന്നും M.V. ഗോവിന്ദൻ. തൃശൂർ പൂര ദിവസം കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ADGP തൃശൂരിലുണ്ടായിട്ടും ഒരു ഫോൺ കോൾ ചെയ്തു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിശ്വാസം, ആചാരം എന്നിവ പഠിപ്പിക്കുന്ന BJP ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ്. പൂരം കലക്കി പിണറായി വിജയൻ എന്ന് ആവർത്തിച്ച് വിളിക്കുമെന്നും സതീശൻ. തൃശൂരിൽ BJPക്കുണ്ടായ വിജയം പൂരം കലക്കി നേടിയതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പൂരം കലക്കുക എന്നാൽ വിശ്വാസികളെ അപമാനിക്കലാണ്. വോട്ട് കിട്ടാൻ അതിനും മടിക്കില്ല എന്നതാണ് തൃശൂരിൽ കണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പൂരം കലക്കി നേടിയതല്ല എന്ന് കെ സുരേന്ദ്രൻ. പൂരം കലക്കിയാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും BJPക്ക് വോട്ട് ചെയ്യുമോ എന്നും പ്രതിപക്ഷത്തിന് ആശയപാപ്പരത്തമാണ് ആരോപണമെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി. ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലാണ്. 1 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പൈപ്പ് ലൈനിൽ ആദ്യ ശുചീകരണം നടത്തും. തുടർന്ന് ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതി നൽകാനുള്ള തമിഴ്നാട് നടികർ സംഘത്തിന്റെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. നടി രോഹിയിലാണ് കമ്മിറ്റിയുടെ അധ്യക്ഷ. 2019 മുതലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജിതമായി പ്രവർത്തിക്കാനും തീരുമാനമുണ്ട്. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിൽ വന്നപ്പോൾ വലിയ കോളിളക്കമാണ് മലയാള സിനിമയിൽ ഉടനീളം ഉണ്ടായത്. ഇപ്പോൾ ഇതാ ഇത്തരത്തിൽ ലൈംഗികാതിക്രമ പരാതികളിൽ തമിഴ്നാട് നടികർ സംഘത്തിലും കമ്മിറ്റി രൂപീകരിക്കുന്നു എന്നുള്ളൊരു പുതിയ വാർത്ത പുറത്തുവരുന്നു. എന്താണ് വിശദാംശങ്ങൾ?
ഇത് ഒരു പുതിയ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കാനാവില്ല ഭവ്യ. കാരണം 2019 അതായത് 5 വർഷം മുൻപ് രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. തമിഴ് സിനിമയിൽ ഇതിനു മുൻപ് നിരവധി പരാതികൾ, ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല നടിമാരും മാധ്യമങ്ങളെ കണ്ട് ചില വെളിപ്പെടുത്തൽ നടത്തിയ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് കേട്ടതാണ്. ആ സമയത്താണ് നടികർ സംഘം ഇടപെട്ട് നടി രോഹിണി അധ്യക്ഷയായി ഒരു സമിതിയെ അവിടെ രൂപീകരിച്ചത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതും ഈ രോഹിണി മാത്രമായിരുന്നു കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പല ആളുകളും രോഹിണിയോട് നേരിട്ട് നിന്ന് പരാതി പറയാനൊക്കെ അന്ന് അതിനുശേഷം ഇങ്ങോട്ട് മടിച്ച പശ്ചാത്തലത്തിൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി പോയിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ഹേമ കമ്മിറ്റിയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭാഗമായി മലയാളത്തിലുണ്ടായ വലിയ വിപ്ലവത്തിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് ഈ കമ്മിറ്റി ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള തീരുമാനം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൂടുതൽ NGO സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തി, അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഈ നടിമാർക്ക് കൗൺസിലിംഗ് നൽകുക എന്ന രീതിയിൽ കൗൺസിലേഴ്സിനെ അടക്കം ഉൾപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമായി ഈ കമ്മിറ്റി വിപുലീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നടി രോഹിണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പരാതികളുള്ളവർ നേരിട്ട് ഈ കമ്മിറ്റിയെ അറിയിക്കണം എന്നും നിങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും പറഞ്ഞു വെക്കുകയായിരുന്നു രോഹിണി. മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പരാതി പറയേണ്ടത്, മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ പരാതി പറഞ്ഞാൽ നിങ്ങൾക്കതിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് രോഹിണി പറഞ്ഞു. ഈ കമ്മിറ്റിക്ക് മുന്നിൽ വന്നാൽ ഇതൊരു നിയമപരമായി എന്തെങ്കിലും അധികാരമുള്ള കമ്മിറ്റിയല്ല, പക്ഷേ അവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ പരാതിയിൽപ്പെട്ട ആളുടെ മൊഴി എടുക്കും, അയാളെ കണ്ട് സംസാരിക്കും ഈ കമ്മിറ്റി. അതിനുശേഷം അതിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ പറഞ്ഞ ആളെ ഒരുപക്ഷെ 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം, സിനിമാ മേഖലയിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം അത് ഈ നടികർ സംഘം ഈ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വന്നാൽ ഈ പരാതികൾ ഒരു പരിധിവരെ കുറയുമെന്നും ഇത്തരം സംഭവ വികാസങ്ങൾ വലിയ തോതിൽ ഇല്ലാതാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അതീവ ഗൗരവതരമാണ് പരാതിയെങ്കിൽ അത് പോലീസിന് കൈമാറുന്ന കാര്യത്തിലും ഈ രോഹിണി കമ്മിറ്റി അതിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ മലയാളത്തിൽ ഉണ്ടായ വലിയ ഒരു വിപ്ലവം ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പരാതികൾ വരുന്നു, പോലീസ് അന്വേഷണങ്ങൾ വരുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. സമാനമായി തന്നെ നേരത്തെ തെലുങ്ക് സിനിമയിലും കന്നഡയിലും മറ്റും ഇത്തരം ചില ആലോചനകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. തമിഴ്നാട്ടിൽ അതിനകം തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയെ കൂടുതൽ സജീവമാക്കുകയും അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് സിനിമാ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കും, സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്നാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായ രോഹിണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര വെളിപ്പെടുത്തലുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടത് എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കി. ലൈംഗിക ബന്ധത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ടത് ഒരു പവർ പേഴ്സൺ എന്നും സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. തന്റെ ആദ്യ സിനിമ പ്രധാന നടനും സഹനിർമ്മാതാവും അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തെന്നും ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രൊജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ല എന്നും സൗമ്യ. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഇതെല്ലാം പറഞ്ഞിരുന്നെന്നും സൗമ്യ വെളിപ്പെടുത്തി. ജൂനിയർ ആർട്ടിസ്റ്റുമാർ മാത്രമല്ല നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറയേണ്ടതെന്ന് രഞ്ജിനി ഹരിദാസ്. ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാർ അതേപറ്റി ഒരക്ഷരം പറയാൻ തയ്യാറാകാത്തത് അവരുടെ കരിയർ അവസാനിക്കുമെന്ന ഭയം കൊണ്ടാണെന്നും രഞ്ജിനി ഹരിദാസ്. Q18-ലായിരുന്നു പ്രതികരണം. മോഡലിംഗിൽ ലൈംഗിക ചൂഷണങ്ങൾ ശക്തമാണെന്നും രഞ്ജിനി ഹരിദാസ്. മോഡലിംഗിലേക്ക് കടന്നുവരുന്ന തുടക്കക്കാരായ ചെറിയ പെൺകുട്ടികൾക്ക് പോലും ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്നു. ചൂഷണത്തിനിരയാകുന്നവരിൽ പുരുഷന്മാരും ഏറെയുണ്ടെന്നും രഞ്ജിനി വെളിപ്പെടുത്തി. തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ടെന്ന് രഞ്ജിനി ഹരിദാസ്. ചുട്ട മറുപടി കൊടുത്ത് അയാളുടെ നീക്കം അവസാനിപ്പിക്കുകയായിരുന്നു. തെളിവായി ഫോട്ടോ കയ്യിലില്ലാത്തതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും രഞ്ജിനി പറയുന്നു. സിനിമയിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികൾ പോലും ലൈംഗിക ചൂഷണത്തിനിരയാകുന്നതിന് സാക്ഷിയാണെന്നും രഞ്ജിനി പറഞ്ഞു. ന്യൂസ് 18 Q18-ലായിരുന്നു രഞ്ജിനിയുടെ വെളിപ്പെടുത്തൽ. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പോൾ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എൻ്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ബിക്കോസ് എൻ്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലേ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല.
ജൂനിയർ ആർട്ടിസ്റ്റുമാർ മാത്രമല്ല നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു പറയേണ്ടതെന്നും രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചു. ലൈംഗിക ചൂഷണത്തിനിരയായ പ്രമുഖ നടിമാർ അതേപ്പറ്റി ഒരക്ഷരം പറയാൻ തയ്യാറാകുന്നത് അവരുടെ കരിയർ അവസാനിക്കുന്നത് എന്ന ഭയം കൊണ്ടാണെന്നും രഞ്ജിനി പ്രതികരിച്ചു. ന്യൂസ് 18 Q18 പ്രതികരണം. നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അടിമാലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും കമ്പി ലൈനിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. മലപ്പുറം പള്ളിപ്പുറത്ത് ഇന്ന് വിവാഹിതനാകേണ്ടിയിരുന്ന യുവാവിനെ 3 ദിവസമായി കാണാനില്ല. 4-ാം തീയതി പാലക്കാട്ടേക്ക് പോയ വിഷ്ണുജിത്തിനെ കുറിച്ചാണ് യാതൊരു വിവരവുമില്ലാത്തത്. 8 വർഷം പ്രണയിച്ച യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു വിഷ്ണുജിത്ത്. വിവാഹ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ഈ മാസം 4-ന് പാലക്കാട് പോയതാണ്. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. 4-ന് വൈകുന്നേരം 8 മണിയോടെ വിഷ്ണുജിത്ത് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് ബന്ധുവീട്ടിൽ താമസിക്കുമെന്നും അടുത്ത ദിവസം മടങ്ങി വരാമെന്നുമാണ് വിഷ്ണുജിത്ത് പറഞ്ഞത്. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി. വിഷ്ണുജിത്തിന്റെ പക്കൽ സുഹൃത്ത് നൽകിയ 1 ലക്ഷം രൂപയുണ്ടായിരുന്നതായി സഹോദരി പറഞ്ഞു. ബുധനാഴ്ച, അതായത് 4-ാം തീയതി രാവിലെ ഇവിടുന്ന് പാലക്കാട് പോവാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 9 മണി 10 മണിയായിട്ട് ഇവിടെ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കി എവിടെയാണെന്നുള്ളത്. അപ്പോഴാണ് പറയുന്നത് പാലക്കാടാണ് എന്നുള്ളത്. കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യമുണ്ട്, അതിന് വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അന്നത്തെ ദിവസം ഒരുപാട് പ്രാവശ്യം വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് ക്യാഷ് ഇട്ട് തന്നിട്ടുണ്ട്, കല്യാണത്തിന് അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈകുന്നേരമായിട്ടും പിന്നെ കാണുന്നില്ല. വൈകുന്നേരം വിളിച്ചു, 8 മണിയായപ്പോൾ വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലേറ്റാവും എത്താൻ. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി കിടക്കും, അന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നോക്കും വന്നിട്ടില്ല. അപ്പം അച്ഛൻ്റെ അനിയനെ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം തൊട്ട് നമ്മൾ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ്. തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു. മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് നിന്നും കാണാതായ ഇടപാടുകാരൻ മാമി ഇടപെട്ട അവസാന ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. 300 കോടി രൂപയുടേതായിരുന്നു കച്ചവടം. മാമി മരിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ഭൂമി ഇടപാട് പൂർത്തിയാവുകയും ചെയ്തു. ഓഗസ്റ്റ് 21-ന് ദുബായിൽ പോയ ശേഷം മടങ്ങിയെത്തിയ മാമി സന്തോഷവാനായിരുന്നില്ല. 28-ന് വീണ്ടും ദുബായിലേക്ക് പോകണമെന്നും വീട്ടിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ പോലീസിൽ അറിയിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായില്ല എന്നും കുടുംബം പറയുന്നു. UP ജയരാജന് പരോക്ഷ വിമർശനവുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. BJP നേതാവിനെ കാണേണ്ടി വരുന്ന അവസ്ഥ തനിക്കാണ് ഉണ്ടായതെങ്കിൽ ആദ്യം പാർട്ടി സെക്രട്ടറിയെയോ അറിയിക്കുമെന്നായിരുന്നു TPയുടെ പ്രതികരണം. EP ജയരാജനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല. EP കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. TP കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് താൻ മാറി നിന്നതെന്നും എന്നാൽ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും TP ന്യൂസ് 18നോട് പറഞ്ഞു. AK ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് കെ തോമസ് MLA. AK ശശീന്ദ്രൻ പാർട്ടിയുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത്. മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച ധാരണ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും AK ശശീന്ദ്രനല്ല പാർട്ടിയെന്നും തോമസ് കെ തോമസ് ന്യൂസ് 18നോട്. ഇല്ല, നമ്മളിപ്പോ ഔദ്യോഗികമായിട്ട് അറിയിക്കാന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് പറയുന്നത് BC ചാക്കോയും സുപ്രിയ സുലയും പിന്നെ അതുപോലെ ശരത് പവാർജി, ഇതിന് 3 പേരും കൂടെ ആണല്ലോ തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം. അവര് തീരുമാനിച്ചറിയിക്കട്ടെ. ഇത് വ്യക്തിയല്ലല്ലോ പാർട്ടി. പാർട്ടി എന്ന് പറയുന്ന കൂട്ടായിട്ടുള്ള തീരുമാനമല്ലേ. അപ്പൊ അതിന് തീരുമാനം എടുക്കേണ്ട ആൾക്കാർ തീരുമാനം എടുത്ത് അറിയിക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ആ പോസ്റ്റ് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇതിലൊന്നും സമ്മതിക്കത്തില്ല. അത് ഒരു സ്വാഭാവികമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം മറ്റു അതിനകത്തൊന്നും എനിക്ക് പറയാനായിട്ടില്ല. നമുക്ക് എന്തൊക്കെയാണ് സത്യം, ഏതൊക്കെ രീതിയിലാണ് മുന്നേ നടന്ന ചർച്ചകളെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴും ന്യൂസിനകത്ത് കാണുന്ന ചർച്ച നടന്നിട്ടേ ഇല്ലെന്നുള്ളതാണ്. പിന്നെ അതിനൊക്കെ എന്ത് മറുപടി പറയാം. സ്വയം ഒരു അവജ്ഞയിലേക്ക് പോകാതെ ഇത് രമ്യമായിട്ട് പരിഹരിക്കുന്നുള്ളൂ. അതിനകത്തൊക്കെ സത്യം എന്നുള്ള എല്ലാവർക്കും അറിയാം. ചുമ്മാ ഒന്നും പിന്നെ PC ചാക്കോയോ ശരത് പവാറോ ഒന്നും അതിനകത്ത് ഇടപെട്ടിട്ട് ഇങ്ങനൊന്നും പറയത്തില്ലല്ലോ. പറയും. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവൻ 53,440. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.